ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കാലത്ത് നല്ലോണം വൈകിട്ടാണ് എണീറ്റത്. ഒരു 6:30 ആയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് സ്കൂളിന് അവധിയാണല്ലോ. പിന്നെ എനിക്കിന്ന് അംഗൻവാടിയിൽ പോകണം. പക്ഷേ കുട്ടികളെ ഇരുത്തണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇന്ന് തൃശ്ശൂർ ജില്ലയ്ക്ക് മാത്രമേ അവധിയുള്ളൂ. ഇന്നലെ വൈകിട്ട് വാവച്ചി മണിക്കുട്ടനും TV വെച്ചപ്പോൾ തൊട്ട് നോക്കിയിരിക്കുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഫുള്ള് മഴയില്ലായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ വേഗം എണീറ്റിട്ട് വേഗം പിന്നെ റേഷൻ്റെ അരിയാണ് വെക്കണത്. തലേ ദിവസം തിളപ്പിച്ച് ഇറക്കി വെച്ചൊന്നുമില്ല. പിന്നെ എനിക്കും വിജേഷേട്ടന് മാത്രമല്ലേ ചോറ് കൊണ്ടുപോകണ്ടോ, വാവച്ചിക്ക് മണിക്കുട്ടനൊന്നും ചോറ് കൊണ്ടുപോകണ്ടല്ലോ. അപ്പോൾ ഞാൻ വേഗം എണീറ്റ വശം വേഗം അരിയൊക്കെ അടുപ്പത്തിട്ടു. പിന്നെ ചായക്കുള്ള പാലും വെച്ചു. പിന്നെ 3 നേന്ത്രപ്പഴം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ 2 നേന്ത്രപ്പഴം പുഴുങ്ങാം, 1 നേന്ത്രപ്പഴം അവിടെ വെക്കാൻ വാവച്ചി ഫ്രൈ ചെയ്ത് കഴിക്കാറുണ്ടല്ലോ. അപ്പോൾ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ചാൽ നേന്ത്രപ്പഴം പുഴുങ്ങണത് വിജേഷേട്ടനെ 8:30 പണിക്ക് പോകുമ്പോൾ കഴിച്ചിട്ടല്ലേ പോവുക. പിന്നെ ആൾക്ക് കുറേ കഴിയുമ്പോൾ വിശക്കും എന്ന് പറഞ്ഞു. അപ്പോൾ 2 കഷ്ണം പഴം കൊടുത്താക്കിയാലോ എന്ന് വിചാരിച്ചു. പിന്നെ ദോശയ്ക്കുള്ള മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 ദോശ ഇനി കഴിക്കുള്ളൂ, 2 ദോശ മതി എന്ന് പറയും. അപ്പോൾ അങ്ങനെ പഴമൊക്കെ പുഴുങ്ങാനായിട്ട് വെച്ചു. അപ്പോഴേക്കും ഞാൻ പാലൊക്കെ വാവച്ചിക്ക് മണിക്കൂട്ടനുള്ള പാലൊക്കെ മാറ്റി വെച്ചു. എന്നിട്ട് വേഗം ചായപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു ബാക്കിയുള്ള പാലിൽ. അപ്പോൾ അതൊക്കെ തിളച്ച് വന്നപ്പോൾ ഞാൻ അതൊക്കെ അരിച്ചെടുക്കുകയാണ്. അത് അരിച്ചെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ഒന്ന് ഉപ്പേരി ഉണ്ടാക്കണം. പയറും കായും ഉപ്പേരി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇന്നലെ വൈകിട്ട് ഞാൻ വരുമ്പോൾ നല്ല നാടൻ പയർ കണ്ടപ്പോഴേ കുറച്ച് തന്നെ വാങ്ങിച്ചുള്ളൂ. ഒരു 1/2 കിലോ പയർ വാങ്ങിച്ചു, പിന്നെ ഒരു കായും വാങ്ങിച്ചു. അപ്പോൾ അങ്ങനെ പയർ ഞാൻ വൈകുന്നേരം തന്നെ ഒക്കെ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുവിധം മണിയെടുക്കണ പയറാണ്. പിന്നെ ഒരു കായിനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. വേഗം മഞ്ഞപ്പൊടി വെള്ളത്തിൽ കായൊക്കെ വേഗം ഞാൻ അരിഞ്ഞിട്ടു. എന്താണെന്ന് വെച്ചാൽ മഞ്ഞപ്പൊടി വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ കറ ഇളക്കിയെടുക്കാനായിട്ട് നല്ലതല്ലേ. എന്നിട്ട് ഞാൻ വേഗം ബാക്കിയുള്ള പയർ നന്നാക്കി വെച്ച പയറും അതിലിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിരുമ്പി കഴുകിയിട്ട് അത് 2-3 പ്രാവശ്യമൊക്കെ കഴുകിയെടുത്തതിന് ശേഷം അത് കുക്കറിൽ ഒരു വിസിലടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കറക്റ്റ് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ വേഗം കഴുകി വാരി ഞാൻ അതൊക്കെ കുക്കറിലിട്ടിട്ട് ഞാൻ അടുപ്പത്ത് വെക്കാൻ നോക്കിയപ്പോഴേ ഗ്യാസ് കത്തണില്ല. നോക്കിയപ്പോൾ ഗ്യാസ് കഴിഞ്ഞു. കണ്ട, അത് ഇത്രയേ ഉള്ളൂ, കത്തണുള്ളൂ. അപ്പോൾ ഞാൻ വേഗം ബിജേഷേട്ടനെ വിളിച്ചു. ബിജേഷേട്ടൻ എണീറ്റിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആൾ എണീറ്റ് വന്നിട്ട് വേഗം ഗ്യാസൊക്കെ മാറ്റി വെച്ചു. എനിക്ക് വെക്കാനൊക്കെ അറിയാം, പക്ഷേ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ശരിയാവില്ല, ചിലപ്പോൾ പിന്നെ ആളെ വിളിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എന്തായാലും കൈയോടെ വെച്ച് തന്നോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഗ്യാസൊക്കെ മാറ്റിയതിന് ശേഷം ഞാൻ വേഗം പിന്നെയും എല്ലാ അടുപ്പുകളും കത്തിച്ചു. എന്താണെന്ന് വെച്ചാൽ എല്ലാം കിട്ടുമല്ലോ. എന്നിട്ട് കത്തിച്ചതിന് ശേഷം വേഗം ഞാൻ പയറൊക്കെ അടുപ്പത്ത് വെച്ചു. പയറും കായ അടുപ്പത്ത് വെച്ചു. അപ്പോൾ അങ്ങനെ പയറും കായൊക്കെ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ വേഗം ഒരു ഗ്ലാസ് ചായയൊക്കെ എടുത്ത് കുടിച്ചു. അപ്പോൾ ചായ കുടിക്കാൻ ഇത്തിരി വൈകി. ഞാൻ പറഞ്ഞില്ലേ, എണീറ്റ വശം ചൂട്ടോടക്കുന്ന ഒരു ഗ്ലാസ് ചായ കുടിച്ചാൽ തന്നെ ഒരു ഉഷാറ് കിട്ടും. പിന്നെ ഇന്ന് എണീറ്റ വശം കുളിച്ചൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ നല്ല മഴയും തണുപ്പല്ലേ, അപ്പോൾ ഒരു മടി തോന്നി. എന്നിട്ട് ഞാൻ ഇന്നലെ വൈകിട്ട് മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് തുറന്ന് നോക്കിയപ്പോഴേ നന്നായി ഇങ്ങനെ വീർത്ത് വന്നിട്ടുണ്ടായിരുന്നു. നല്ലോണം നല്ല പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അത് ഞാൻ അങ്ങനെ തന്നെ അടച്ചു വെച്ചു. എന്താണെന്ന് വെച്ചാൽ കഴിക്കണ നേരത്ത് അത് തുറന്നാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം അങ്ങനെ അതും കഴിഞ്ഞിട്ട് ഞാൻ പയറും ഇതിൻ്റെ വിസിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അതൊക്കെ തുറന്ന് നോക്കിയപ്പോഴേ നല്ലോണം പയറൊക്കെ നന്നായി നല്ല പാകമായിട്ട് ഇതായി വന്നിട്ടുണ്ട്. പിന്നെ ഒരു തുള്ളി പോലും വെള്ളം ഉണ്ടായിരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കഴുകി വാരിയിട്ട് ആ വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും കഴിഞ്ഞ് ഞാനത് അങ്ങനെ തന്നെ അവിടെ അടച്ചു വെച്ചു. ഉള്ളി ചതച്ചൊക്കെ എടുക്കണ്ടേ. അപ്പോൾ ഞാൻ പഴവും വെന്തുണ്ടോ നോക്കിയപ്പോൾ പഴവും വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ചോറ് വേവണേക്കാളും മുമ്പ് വേഗം പോയി കുളിച്ച് വന്നു. കുളി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേഗം പഴമൊക്കെ മാറ്റി വെച്ചതിന് ശേഷം ഇനി എനിക്ക് ഉപ്പേരിയൊക്കെ മുളകിടണം. എന്നിട്ട് ഞാൻ ചോറും വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അരിപ്പ പാത്രത്തിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് വാർത്ത് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ഉപ്പേരി മുളകിടാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ചതച്ച് വെച്ച വെളുത്തുള്ളിയും ചുമന്നുള്ളി ഇട്ട് കൊടുത്തു. അപ്പോഴേക്കും മണിക്കുട്ടനെ 8 മണിക്കാണ് ട്യൂഷൻ. ആൾക്ക് കുളിക്കാനുള്ള വെള്ളം ഞാൻ ഗ്യാസും അപ്പുറത്ത് അടുപ്പുമ്പോൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളി മുളകൊക്കെ മൂത്ത് വന്നപ്പോൾ ഞാൻ അതിൽ പയറും കായും വേവിച്ചത് ഇട്ട് കൊടുത്തു. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനത്തെ നാടൻ പയർ കിട്ടുകയാണെങ്കിൽ വാങ്ങിച്ച് നിങ്ങൾ വെച്ച് നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റിലൂടെ പറയണം. അപ്പോൾ പയർ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീരെ കുറവായിരുന്നു. അതാണ് ഞാനൊരു കായും കൂടി വാങ്ങിച്ചത്. അപ്പം അങ്ങനെ അധികം മണിയെടുക്കണ പയറായിരുന്നു. എന്നിട്ട് ഞാൻ വേഗം അതൊക്കെ അതിലിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞില്ല, ഒരു തുള്ളി വെള്ളം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തു. എന്നിട്ട് ഞാനത് അവിടെ മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ വേഗം നാളികേരമൊക്കെ ചിരകിയെടുത്തു ദോശ ഉണ്ടാക്കാൻ. അപ്പോഴേക്കും വാവിച്ച് എണീറ്റ് വന്നു. അപ്പോൾ പറഞ്ഞു, അമ്മേ ഞാൻ ദോശ ഉണ്ടാക്കട്ടെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ഉണ്ടാക്കിക്കോ, അമ്മ ചമ്മന്തി ഉണ്ടാക്കട്ടെ എന്ന്. അപ്പോൾ കുറച്ച് സാമ്പാർ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടാക്കാം, പിന്നെ ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ ദോശ സാമ്പാറും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ആൾക്ക് ദോശമാവ് പൊന്തി വന്നത് കണ്ടപ്പോഴേ ഭയങ്കര അത്ഭുതം. പിന്നെ ആൾ കുറച്ച് നേരമൊക്കെ അതിൽ കളിച്ച് നിന്നു. അപ്പോൾ ഞാൻ ചീത്ത പറഞ്ഞു, വേഗം നീ ദോശ ഉണ്ടാക്കാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് അച്ഛനും മണിക്കുട്ടനും എന്നിട്ട് കൊടുക്ക്. അപ്പോൾ വിജേഷേട്ടൻ പണിക്ക് പോകുമ്പോൾ അവനെ ട്യൂഷൻ ക്ലാസ്സിൻ്റെ അവിടെ ഇറക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ വേഗം
നാളികേരമൊക്കെ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തു. പിന്നെ ചമ്മന്തിയിലേക്ക് നല്ല എരിവുള്ള മുളകുണ്ടായിരുന്നു, എന്താണെന്ന് വെച്ചാൽ വെള്ള മുളകില്ലേ. അപ്പോൾ അങ്ങനെ ആ മുളകൊക്കെ ഞാൻ വേഗം എടുത്തിട്ട് അതൊക്കെ ഒരുവിധം കേട് വന്ന് തുടങ്ങി എടുത്തു ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആവശ്യത്തിന് ഇങ്ങനെ കുറേശ്ശെ എടുത്തിട്ട് ബാക്കി അതിൽ തന്നെ വെക്കുകയല്ലേ. അപ്പോഴേക്കും മണിക്കുട്ടൻ കുളിക്കാനുള്ള വെള്ളമൊക്കെ എടുത്തിട്ട് പോയി. അപ്പോൾ ഞാൻ വേഗം മുളകിൻ്റെ തൊപ്പിയൊക്കെ പൊട്ടിച്ചിട്ട് അത് കഴുകിയെടുത്തു. അപ്പോൾ വാവിച്ച് എന്നോട് പറയുമായിരുന്നു അധികം എരിവൊന്നും വേണ്ടാന്ന്. എന്നിട്ട് അങ്ങനെ ഇത്രയും മുളകൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേഗം 2 ചുമന്നുള്ളിയൊക്കെ എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതും കഴുകിയിട്ട് ഞാൻ അതിലിട്ട് കൊടുത്തു. അപ്പോഴേക്കും ആൾ പാനൊക്കെ അടുപ്പത്ത് വെച്ചു. പാനൊക്കെ അടുപ്പത്ത് വെച്ചതിന് ശേഷം നെയ്യൊക്കെ എടുത്തിട്ട് ദോശ ഉണ്ടാക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ അവർക്ക് 3 പേർക്ക് തന്നെ ഉണ്ടാക്കണ്ടോ, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ അത് പറഞ്ഞ് ഞാൻ ഉണ്ടാക്കാൻ വന്നു. അപ്പോഴേക്കും മിക്സിയൊക്കെ ഞാൻ ഇതൊക്കെ അരച്ചെടുത്തു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചട്നിയിലേക്കുള്ള നാളികേരമൊക്കെ നന്നായിട്ട് അരച്ചെടുത്തപ്പോഴേ വാവിച്ച് വലിയ കയ്യിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് പരത്തിയെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ആ കയ്യിൽ ഇങ്ങോട്ട് എടുത്തിട്ട് വേറൊരു കയ്യിൽ കൊടുത്തു, ഇതുകൊണ്ട് നീ ദോശ ഉണ്ടാക്കി നോക്കുന്നു. അപ്പോൾ ദോശ ഉണ്ടാക്കി പഠിപ്പിക്കാനുള്ള നേരമൊന്നും എനിക്കില്ല. പക്ഷെ ആൾക്ക് ഇന്ന് എന്തോ ആൾക്ക് ദോശ ഉണ്ടാക്കാനായിട്ട് ഇന്ന് സ്കൂളിലേക്കും പോകണ്ടല്ലോ. അപ്പോൾ നല്ല ഇൻട്രസ്റ്റാണ്. അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് ഒരുവിധം പരത്തിയൊക്കെ എടുത്തു. പക്ഷെ അത് മറച്ചിടാനായിട്ട് ഇത്തിരി പണി പെട്ടു. എന്നാലും ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ അടുത്ത് നിന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നടുക്കിൽ കനണ്ട്, അതൊക്കെ നന്നായിട്ട് പരത്തി കൊടുക്കുന്നു. അപ്പോൾ ആളതിൻ്റെ ഒപ്പം ആൾ നിന്നിട്ട് ചിറ്റണുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുവിധം ദോശയൊക്കെ പരത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്തു. നെയ്യൊക്കെ ഒഴിച്ചു. ഇപ്പം ഞാൻ കാലത്തുള്ള കാരണമാണ് ഇതൊക്കെ പറയണത്. പക്ഷെ ഞാനില്ലെങ്കിൽ അവർ തന്നെ 2 പേരും ദോശയും ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കും. കറി ഉണ്ടായാൽ മതി, ദോശ ഉണ്ടാക്കിയിട്ട് 2 പേരും കഴിക്കും. അപ്പോൾ നമ്മുടെ ആവശ്യമൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ ഞാനുള്ള കാരണം അമ്മ ഇത് എങ്ങനെയല്ലേ എന്ന് എന്നോട് ചോദിച്ചറിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നോട് പറഞ്ഞു മറച്ചിടുക, അമ്മ മറച്ചിടുക ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നീ എന്തായാലും പരത്തിയതല്ലേ, നീ എന്നെ മറച്ചിടുക പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞപ്പോൾ ആൾ തന്നെ ഒരുവിധമൊക്കെ മറച്ചിട്ടു. അപ്പം അങ്ങനെ ആദ്യത്തെ ദോശ തന്നെ ശരിയായി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും മണിക്കൂട്ടൻ കുളിയൊക്കെ കഴിഞ്ഞ് വെളിച്ചെണ്ണയൊക്കെ തൊട്ട് പരറ്റും കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ ചെയ്തിട്ട് ആൾ പോകാൻ നോക്കുകയാണ്. അപ്പോഴേക്കും ഞാൻ പറഞ്ഞു വേഗം ദോശ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ആൾ വേഗം വാവിച്ച് വേഗം അച്ഛനും മണിക്കൂട്ടനൊക്കെ ദോശ ഉണ്ടാക്കി കൊടുത്തു. അപ്പോഴേക്കും ഞാൻ വേഗം ചോറൊക്കെ ആക്കി. എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഇത്തിരി വൈകിയല്ലോ എണീക്കാനായിട്ട്, ഇത്തിരി അല്ല 6:30 ആയി. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ പിന്നെ മണിക്കൂട്ടന് ട്യൂഷന് പോകേണ്ടി വെച്ചിട്ട് ഞാനൊരു 5-5:30 ആകുമ്പോൾ എണീക്കാറുണ്ട്. അപ്പോൾ ചോറൊക്കെ ആക്കിയതിന് ശേഷം ഞാൻ വേഗം അതിൻ്റെ മുകളിൽ തന്നെയാണ് ഉപ്പേരിയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ മീൻ കറിയുടെ ഉണ്ടായിരുന്നു, അതും ഒരു പാത്രത്തിലാക്കി കൊടുത്തു. അപ്പോൾ അങ്ങനെ വിജയശേട്ടൻ അത് മതിയല്ലോ, ഞാൻ പിന്നെ ഉപ്പേരിയും അച്ചാറും ചോറും മതി എനിക്ക്, അത് കൊണ്ടുപോകും. പിന്നെ ചായക്കടിയൊന്നും ഞാൻ കാലത്ത് കഴിക്കുന്നില്ല, ചായ കുടിച്ചു, അത് മതി എനിക്ക്. പിന്നെ ഞാൻ ഇനി അംഗൻവാടിയിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ വേണമെങ്കിൽ ഒരു ഗ്ലാസ് ചായ കട്ടൻ ചായ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കുടിക്കും. അപ്പോൾ അങ്ങനെ വേഗം പിന്നെ അടുത്ത ദോശ ഞാൻ തന്നെയാണ് പരത്തി കാണിച്ചു കൊടുത്തത്, ഇതുപോലെ ചെയ്യുന്നു. അപ്പോൾ അവൾ പറയാം അമ്മ എത്ര വേഗം പരത്തി തന്നേന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആയി വന്നപ്പോൾ പിന്നെയും അതിൻ്റെ മുകളിലൊക്കെ അപ്പോൾ വിജയശേട്ടൻ പറയുന്നുണ്ട് എനിക്ക് നെയ്യൊന്നും വേണ്ട, എനിക്ക് നെയ്യില്ലാണ്ട് 2 ദോശ ഉണ്ടാക്കി തന്നാൽ മതിയെന്ന്. അപ്പോൾ മണിക്കൂട്ടനുള്ള ദോശയാണ് ആദ്യം ഉണ്ടാക്കണത്. അപ്പോൾ അങ്ങനെ മണിക്കൂട്ടൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം വിജയശേട്ടന് കറിയൊക്കെ ആക്കി. അപ്പോൾ പിന്നെ 2-3 പഴക്കഷ്ണം കൂടി ആക്കി കൊടുക്കണം. അപ്പോൾ അങ്ങനെ വാവിച്ച് ദോശ ഉണ്ടാക്കിയിട്ട് അവിടെ അങ്ങനെ ഇതായി നിൽക്കുകയാണ്. പിന്നെ ആളെന്നെ ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ, എന്താണെന്ന് വെച്ചാൽ ഇന്ന് ട്യൂഷനില്ല. അപ്പോൾ പിന്നെ അവിടെ തന്നെ ഇരുത്തണ്ടല്ലോ, ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. മണിക്കൂട്ടൻ്റെ ട്യൂഷൻ ഉണ്ട്. അപ്പോൾ മണിക്കൂട്ടൻ ട്യൂഷന് പോയാൽ പിന്നെ വാവിച്ച് തന്നെയല്ലേ വീട്ടിലുണ്ടാവുള്ളൂ. അപ്പോൾ മണിക്കൂട്ടന് 2 നേരം ട്യൂഷനുണ്ട്. അപ്പോൾ മണിക്കൂട്ടൻ ട്യൂഷന് പൊക്കോളും. ആൾക്ക് ചായയൊക്കെ കൊടുത്തിട്ട് വിജയശേട്ടൻ പണിക്ക് പോണ വഴിക്ക് അവനെ ട്യൂഷനാക്കി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ ആക്കി ജോലിക്ക് പോവുകയാണ്. നല്ല നല്ല വീഡിയോകളായിട്ട് വരാം കേട്ടോ.